ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജിങ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സന്ദീപ് ഇപ്പോൾ കമലയുമൊക്കെ ആയിട്ട് വന്ന് വഴക്കിടുന്നുണ്ട്. കേസ് പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ സന്ദീപിൻ്റെ ആവശ്യം. അവന്തികയ്ക്ക് വേണ്ടിയിട്ടാണ് സന്ദീപ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ സച്ചിയും വഴക്കിടുന്നുണ്ട് സന്ദീപുമായി. സച്ചി പിടിച്ച് വീടിന് പുറത്തൊക്കെ ആക്കുന്നുണ്ട് സന്ദീപിനെ. കമല ഇപ്പോൾ പറയുന്നുണ്ട്, ഇനിമേലിൽ ഭാര്യയുടെയും മകളുടെയും അവകാശം പറഞ്ഞ് ഈ വീടിൻ്റെ പാടി കയറിപ്പോകരുത്. എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവ് വേണ്ട, എൻ്റെ മോളുടെ മകൾക്ക് ഇങ്ങനൊരു അച്ഛനും വേണ്ട എന്നും കമല പറയുന്നു. എന്നിട്ട് വളരെയധികം ദേഷ്യത്തോടെ കമല പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടാ എന്ന്. ഇത് കണ്ട് വളരെയധികം ദേഷ്യത്തോടെ എല്ലാവരെയും ഒന്ന് സൂക്ഷിച്ചിങ്ങനെ നോക്കിയതിന് ശേഷം സന്ദീപ് ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. സന്ദീപ് പോയതിനു ശേഷം ഇതെല്ലാം കണ്ട് വളരെയധികം സങ്കടം സഹിക്കാൻ കഴിയാതെ താഴേക്ക് കുഴഞ്ഞു വീഴുന്നുണ്ട് കമല. എല്ലാവരും പെട്ടെന്ന് തന്നെ അമ്മയെന്ന് വിളിച്ച് അകത്തേക്ക് എടുത്തുകൊണ്ട് കിടത്തുന്നുണ്ട്. അന്ന് എന്നെയും മോളെ കൂടെ ചെല്ലെന്ന് പറഞ്ഞ് സന്ദീപ് വിളിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ, അതിന് ദേഷ്യമായിരിക്കും സന്ദീപിന് ഇപ്പോഴും. അവരായിരിക്കും സന്ദീപിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, എൻ്റെ ചേച്ചി എന്നിങ്ങനെ പറയുന്നുണ്ട് അനഘ. ഇപ്പോൾ കേസ് തോൽക്കുമെന്ന് അവർക്ക് ഉറപ്പായി കാണും. ചതിച്ചു നേടിയത് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നും അനഘ പറയുന്നു. വാ അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് സച്ചി കമലയെ വിളിക്കുമ്പോൾ കമല കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് എവിടേക്കും പോകണ്ട, എൻ്റെ മോളുടെ വിധി ഇതായി പോയല്ലോ ദൈവമേ, ഈ കേസ് നമ്മൾ ജയിക്കും, അമ്മ നോക്കിക്കോ, എല്ലാവരോടും ക്ഷമ ചോദിച്ച് അവൻ തിരിച്ചു വരും എന്ന് സച്ചി ഇപ്പോൾ കമലയോട് പറയുന്നു. തിരിച്ചു വന്നിട്ട് എന്തിനാ കഷ്ടകാല സമയത്ത് കൂടെ നിൽക്കാത്തത്? ഭർത്താവാണെങ്കിലും ശരി, തള്ളിക്കളയുന്നത് തന്നെയാണ് നല്ലത് എന്ന് ആതിര പറയുന്നുണ്ട്. ഞാൻ അവനെ എൻ്റെ സ്വന്തം മകനായിട്ടേ കണ്ടിട്ടുള്ളൂ ഇന്ന് വരെയും, എന്നിട്ട് അവനിങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ഇപ്പോൾ കരയുന്നുണ്ട് കമല. ഒരമ്മയും മകളോട് പറയാൻ പാടില്ലാത്തതാണ് ഞാൻ പറയുന്നത്, എന്നാലും പറയുകയാണ്. എൻ്റെ മോളെ, നീ അവനെ അങ്ങ് മറന്നേക്ക്, ഇതുപോലൊരുത്തനെ നമുക്ക് വേണ്ട എന്നിങ്ങനെ വളരെയധികം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കമല ആതിരയോട് പറയുന്നു. ഡിവോഴ്സ് നോട്ടീസ് അയച്ചപ്പോഴാണെങ്കിൽ പോലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സന്ദീപ് തിരിച്ചു വരുമെന്ന്. പക്ഷേ എനിക്ക് ഇനി ആ പ്രതീക്ഷയില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആതിര. ഞങ്ങൾ 4 മക്കളിൽ സന്ദീപേട്ടൻ മാത്രം എന്താ ഇങ്ങനെയായിപ്പോയത്, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സ്നേഹ. എന്തായാലും ഇതിൻ്റെ വാശിക്ക് അവൻ കോടതിയിൽ അവന്തികയ്ക്ക് അനുകൂലമായി മൊഴി കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തവണയല്ല, 2ാമത്തെ തവണയാണ് അവനിപ്പോൾ അവന്തികയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത്. അവൻ ചതിയനാണ്, ഇതുപോലൊരുത്തന്നെ നമുക്കിനി കുടുംബത്തിൽ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ കമല. തീർക്കേണ്ടത് അവരെയാണ്, ആ അവന്തികയെ എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അനഘ. ഇത് കേട്ട് ആതിര പറയുന്നുണ്ട്, ആരെയും തീർക്കാൻ നിൽക്കണ്ട. സന്ദീപ് മൊഴിമാറ്റി പറഞ്ഞ് ഈ കേസ് തോറ്റാൽ എൻ്റെ മോളുടെ അച്ഛൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കും. ഇത് സത്യം. എൻ്റെ മോളെ നിങ്ങളെല്ലാവരും കൂടി നോക്കിക്കോ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ആതിര പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം കാണിക്കുന്ന അവന്തികയാണ്. അവന്തിക ഇങ്ങനെ ആ കേസിൻ്റെ ഫയലുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പുറത്താരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കാണുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അർച്ചനയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയുടെ അകത്തേക്ക് വരാനായി പറയുന്നുണ്ട് അവന്തികയുടെ നാശം കാണാനായാണ് ഇപ്പോൾ അർച്ചന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മ തിരിച്ചു കിട്ടിയതായി ഭാവിക്കുന്നില്ല അർച്ചന. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ആരോടും മിണ്ടാനില്ലാതെ ബോറടിച്ചു. എനിക്ക് ആകെയുള്ളൊരു കൂട്ടുകാരിയല്ല അവന്തിക എന്താ ഇപ്പം അങ്ങോട്ടേക്കൊന്നും വരാത്തത് എന്നൊക്കെ അർച്ചനയെ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, എനിക്ക് നിന്ന് ചെയ്യാൻ സമയമില്ലായിരുന്നു. കോടതി കേസ് അങ്ങനെ സത്യം പറഞ്ഞാൽ മനസ്സമാധാനം പോയി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. കണ്ടില്ലേ, ഇതെല്ലാം ആ കേസിൻ്റെ ഫയലുകളാണ് എന്നൊക്കെ അവന്തിക ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്. സമൃദ്ധി ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, ഞാൻ അവന്തികയോട് സംസാരിക്കാനാണ് വന്നത്. കുറച്ചു നേരം സംസാരിച്ചിരുന്നാൽ എൻ്റെ വിഷമമൊക്കെ മാറും എന്നിങ്ങനെ പറയുകയാണ് അർച്ചന. അങ്ങനെ ഇപ്പോൾ ആ ഫയലിൽ ഇരിക്കുന്ന ഒരു പേപ്പർ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് അർച്ചന. ഇത് കണ്ടുകൊണ്ട് ഒരു ചെറിയ ടെൻഷനുണ്ട് അവന്തികയ്ക്ക്. അവന്തിക നോക്കിയിട്ട് പറയുന്നുണ്ട്, അത് നോക്കിയാൽ നിനക്കൊന്നും മനസ്സിലാവില്ല. നെല്ലിശ്ശേരി കേസ് ഇതാണോ അവന്തിക പറഞ്ഞ ആ ബുദ്ധിമുട്ടിക്കുന്ന കേസ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അർച്ചന. ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഇത് വക്കീൽ തയ്യാറാക്കിയ ചില കേസുകളൊക്കെയാണ്, ഇതൊന്നും നോക്കി നീ തല പുണ്ണാക്കണ്ട എന്ന് അവന്തിക പറയുമ്പോൾ ഈ റിപ്പോർട്ടുകൾ തന്നെയാണ് നിന്റെ ശവപ്പെട്ടിയിൽ ആണി അടിക്കാൻ പോകുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. താനെന്താ ഈ ആലോചിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അവന്തിക. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഒന്നുമില്ല, എന്തായാലും അവന്തിക ഒന്ന് സൂക്ഷിക്കണം. ആ സച്ചി എന്നെ ശല്യം ചെയ്യാൻ വന്നിരുന്നു. ഗോകുൽ അയാളെ ഗേറ്റിന് പുറത്താക്കി. അയാൾക്ക് ശരിക്കും വട്ടാണല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതിനെ ശരിക്കും വട്ടെന്നല്ല പറയേണ്ടത്, മുഴുഭ്രാന്ത്. മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന മുഴുഭ്രാന്ത്. അതുപോലെ തന്നെ ഭ്രാന്ത് പിടിച്ച ഒരു വക്കീലിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ആ വക്കീലിനെ കൊണ്ട് എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. പഴയ പ്രതാപം പോയതിൻ്റെ ഒരു അസൂയയാണ് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്നോടോ? അയാൾ എന്തിനായിരിക്കും എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? ആശ്രമത്തിൽ വെച്ച് ആ പൂജ മുടങ്ങിയത് മുതൽ
അയാളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അർച്ചന. നീ പരമാവധി അവനിൽ നിന്നും അകന്നു നിൽക്കണം. ഈ കാണുന്ന പെണ്ണുങ്ങളെയെല്ലാം കയറി പിടിക്കുന്നൊരു സ്വഭാവമുണ്ട് അയാൾക്ക്. നീ ഇനി അയാളുടെ കൺമുന്നിൽ പോലും പോകരുത്. ആ വീടിൻ്റെ ഏഴയലത്ത് പോലും അയാളെ വരാൻ സമ്മതിക്കരുത്. ആ ഭ്രാന്തൻ ഏത് സമയത്ത് വേണമെങ്കിലും വരാം എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുമ്പോൾ ഈ സമയം അവിടേക്ക് ചിപ്പി വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ചിപ്പി ഓടി വന്ന് അർച്ചനയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അവർ വളരെയധികം സന്തോഷത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻറ്റി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ചിപ്പിക്ക് ഒരു ചോക്ലേറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അർച്ചന. അങ്ങനെ ഇപ്പോൾ അവർ അത്രയും ഇഷ്ടത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ട് അവന്തികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നല്ല അസൂയുണ്ട് അവന്തികയ്ക്ക്. ഈ സമയം മൂർത്തി അവിടേക്ക് വരുന്നുണ്ട്. മൂർത്തി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ആ പേപ്പേഴ്സ് എല്ലാം എടുത്ത് മാറ്റാൻ. അങ്ങനെ മൂർത്തി പെട്ടെന്ന് തന്നെ ചെന്ന് ആ പേപ്പറുകളെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് അവിടെ നിന്നും. ഇവളെപ്പോലെ ഒരുത്തി ഇതുപോലെ ഒരു കുഞ്ഞിനെ ഒരിക്കലും ദത്തെടുത്ത് വളർത്തുമെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇതുപോലെ സ്നേഹമുള്ളൊരു കുഞ്ഞിനെ വളർത്താനുള്ള ഒരു യോഗ്യതയും ഇവൾക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അർച്ചന. ചിപ്പിമോൾക്ക് എന്താ ഇവളോട് ഇത്രയും അടുപ്പം? ഇവളുടെ കാര്യത്തിൽ സച്ചിയെ കൊണ്ട് തന്നെ ഞാൻ ആകെ തോറ്റിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ആള് ഇവളിനി എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്കിട്ട് മനഃപൂർവ്വം പണിയുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ചിപ്പി ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്, സച്ചിയെങ്കിൽ പാവമാണ്, സച്ചിയെങ്കിലിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ അർച്ചനയോട് പറയുന്നത് കേട്ടിട്ട് ഇവൾ ഇതെന്തൊക്കെ പറയുന്നത് എന്നിങ്ങനെ അവന്തിക പറയുന്നു. ഞാനൊന്നും പറയുന്നില്ല. സമൃദ്ധാൻറ്റിക്ക് അമ്മയുടെ ഫ്രണ്ട് അർച്ചനാൻറ്റി അറിയാമോ എന്ന് ചിപ്പി ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. നീ ഇത് എന്തൊക്കെയാ മോളെ ചോദിക്കുന്നത്? ആൻറ്റിക്ക് അവരെ ഒന്നും അറിയില്ല എന്ന് അവന്തിക പറയുമ്പോൾ ആൻറ്റിക്ക് എല്ലാവരെയും അറിയാം അല്ലേ ആൻറ്റി എന്നിങ്ങനെ ചിപ്പി ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കാര്യങ്ങളല്ല, അത് നീ വിട്ടേക്ക് എന്ന് അവന്തിക പറയുമ്പോൾ അതങ്ങനെ വിടാൻ സാധിക്കില്ലല്ലോ. നീ ചെയ്ത് കൂട്ടിയതെല്ലാം എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ തീ പിടിച്ച് കിടക്കുകയല്ലേ. അതൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകില്ല. എൻ്റെ സച്ചിയേട്ടനെ ഇല്ലാതാക്കാനുള്ള നിൻ്റെ ഒരു പദ്ധതിയും നടക്കില്ല. അതെല്ലാം ഞാൻ തകർത്ത് തരിപ്പണമാക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പോൾ അർച്ചന. മോള് ചെന്നിരുന്ന് പഠിക്ക്, എനിക്ക് ആൻറ്റിയോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുമ്പോൾ ചിപ്പിയും പറയുന്നുണ്ട് എനിക്കും ആൻറ്റിയോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന്. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട് അതിന് മോളെ ആൻറ്റി ഇപ്പോഴൊന്നും പോകത്തില്ല, അതുകൊണ്ട് എൻ്റെ മോള് പോയിരുന്ന് പഠിക്കുക എന്നൊക്കെ പറയുകയാണ്. എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അർച്ചനയും പറയുന്നുണ്ട് മോള് പോയി പഠിക്കുക, ആൻറ്റി അങ്ങോട്ടേക്ക് വരാം, ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകൂ എന്നൊക്കെ അർച്ചന ചിപ്പിയോട് പറയുന്നു. അങ്ങനെ ചിപ്പി ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവന്തിക അർച്ചനയോട് പറയുന്നുണ്ട് സമൃദ്ധ എനിക്ക് തൻ്റെ ഒരു സഹായം വേണം. സച്ചിയുമായിട്ടുള്ള കേസിൽ ഗൂഗിളാണല്ലോ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഗൂഗിളിൻ്റെ റിപ്പോർട്ട് എനിക്കെതിരെയായാൽ ഞാൻ കേസിൽ തോക്കും എന്ന് അവന്തിക പറയുമ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അർച്ചന. കേസിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഗൂഗിളിനോടൊന്നും തന്നെ സംസാരിക്കാറില്ല. മാത്രമല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നത് ഗൂഗിളിന് ഇഷ്ടമല്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തൂടെ? ആ റിപ്പോർട്ട് എനിക്ക് അനുകൂലമാകാൻ സമൃദ്ധ വിചാരിച്ചാൽ പറ്റും. സ്നേഹനിധിയായ ഭർത്താക്കന്മാർ ഭാര്യയുടെ വാക്ക് തള്ളിക്കളയില്ലല്ലോ. എനിക്ക് വേണ്ടി നീ ഗൂഗിളിനോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ അവന്തിക ഇപ്പോൾ അർച്ചനയോട് പറയുന്നു. ഗൂഗിൾ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട് ഞാൻ കണ്ടു കഴിഞ്ഞു അവന്തികയെ. നീ കൊഴിച്ച കുഴിയിൽ നീ തന്നെ വീഴാൻ പോവുകയാണ് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. താൻ നിർബന്ധിച്ചാൽ ഗൂഗിൾ കേൾക്കും, അതെനിക്ക് ഉറപ്പാണ് എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഗൂഗിൾ സമ്മതിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ നോക്കാം. ഈ കേസിലെന്നല്ല മറ്റാരുടെ മുന്നിലും അവന്തിക തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആളല്ലേ, അപ്പോൾ ഞാൻ അവന്തികയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതല്ലേ ഫ്രണ്ട്ഷിപ്പ്. അവന്തികയുടെ എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാകും. ഗൂഗിളിനോട് സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട് അർച്ചന. അവന്തികയുടെ വിചാരം ഇപ്പോഴും അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ്. അതിൻ്റെ വിശ്വാസത്തിലാണ് ഇപ്പോഴും അവന്തിക അർച്ചനയോട് സംസാരിക്കുന്നത്. താങ്ക് യു സമൃദ്ധ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം മതി എനിക്ക്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവന്തിക ഇപ്പോൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവന്തികയെ നിൻ്റെ നാശത്തിൻ്റെ സമയം അടുത്തു കഴിഞ്ഞു. ശരിക്കും നിൻ്റെ കാര്യം ഞാൻ ഗൂഗിളിനോടൊന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് നിന്നെ രക്ഷിക്കാനല്ല, നീ ഇതുവരെ എന്നോട് ചെയ്തതിൻ്റെ കണക്ക് തീർത്ത് നിന്നെ അവസാനിപ്പിക്കാൻ. അതിനുവേണ്ടി ഞാൻ ഗൂഗിളിനോട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് ഗൂഗിളിനെയാണ്. ഗൂഗിൾ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചു കൊണ്ട് കാറിലേക്ക് കയറുന്ന സമയം, അതേ സമയത്ത് തന്നെ സച്ചി ഇപ്പോൾ ഒരു കത്തിയുമായി പെട്ടെന്ന് തന്നെ ഗൂഗിളിൻ്റെ വണ്ടിയിലേക്ക് കയറുകയാണ്. എന്നിട്ട് ഗൂഗിളിൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയുന്നുണ്ട് മിണ്ടിപ്പോകരുത്, എനിക്കിനി നോക്കാനൊന്നുമില്ല, മുകളിൽ ആകാശം താഴെ ഭൂമിയാണ് എന്നൊക്കെ സച്ചി പറയുമ്പോൾ തനിക്ക് എന്താ വേണ്ടത്, താൻ ഇതിന് എൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ ഞാനതൊന്ന് പറയാൻ വേണ്ടി സാറിൻ്റെ പുറകെ എത്ര നാൾ പിന്നാലെ നടന്നു, സംസാരിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ, ഇതല്ലാതെ വേറെ വഴിയില്ല, വണ്ടി എടുക്കുക എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. തനിക്ക് എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ പറയും, ഞാൻ കേൾക്കാമേ എന്ന് ഗൂഗിൾ പറയുന്നു. ഉടനെ സച്ചി പറയുന്നുണ്ട് അത് വേണ്ട, ഞാൻ പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ച് എനിക്ക് പറയാനുള്ളത്
ഞാൻ നിങ്ങളോട് പറയും വണ്ടി എടുക്കുക എന്നിങ്ങനെ കഴുത്തിലിങ്ങനെ ഗൂഗിളിൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട്. തനിക്ക് എന്താണോ ഭ്രാന്ത് പിടിച്ചോ? കുറച്ച് സൗഹൃദം കാണിച്ചതിന് താങ്കൾ എന്നോട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത് എന്ന് ഗൂഗിൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേട്ടേ പറ്റൂ. വണ്ടി എടുക്കുക എന്ന് പറയുന്നുണ്ട് സച്ചി. അങ്ങനെ ഇപ്പോൾ ഗൂഗിൾ വണ്ടി എടുക്കുകയാണ്. വണ്ടി എവിടേക്കാണ് പോകേണ്ടത് ഞാൻ പറയാം. അതുവരെ ഒരു അനാവശ്യ നീക്കവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് സച്ചി പറയുമ്പോൾ, സച്ചി താനെന്താ ഗുണ്ടയാകാൻ ശ്രമിക്കുവാണോ എന്ന് ഗൂഗിൾ ചോദിക്കുന്നുണ്ട്. എന്നെ ഈ മരണക്കളിയിൽ കൊണ്ടെത്തിച്ചത് നിങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് സച്ചി ഇപ്പോൾ ഗൂഗിളിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. ഇത് വീണ്ടും ഗൂഗിളിൻ്റെ കഴുത്തിൽ കത്തി ഇങ്ങനെ പിടിക്കുന്നുണ്ട് സച്ചി. താങ്കൾ അതിര് വിടുകയാണ് എന്ന് ഗൂഗിൾ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ കഴുത്തിൽ ഇങ്ങനെ കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് സച്ചി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.